ഖലീഫ. അപ്പോൾ ഖലീഫ ടീമിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബെയർ മിനിമലാണ്. ഒരു നല്ലൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ, ആവശ്യത്തിന് ആക്ഷൻ ബ്ലോക്സ്, പിന്നെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡ്രാമ, അങ്ങനെ മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ എൻ്റർടൈനർ. ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 40% പോകുന്നത്, മെയിൻലി ഫസ്റ്റ് ഹാഫ് പോകുന്നത് ഒട്ടും ഇമ്പ്രസീവ് അല്ലാത്തൊരു രീതിയിലാണ്. കാരണം അങ്ങനെ അൺബെയറബിൾ ഒന്നും അല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ആ സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പ്രഡിക്റ്റബിൾ ആണ്, അത് ഒബ്വിയസ്ലി ഇതിലുള്ളതാണ്. പിന്നെ മൊത്തത്തിൽ ആ ആക്ഷൻ ബ്ലോക്സ് ആണെങ്കിലും, കാരണം ഹൈപ്ഡ് ആക്ഷൻ ബ്ലോക്സ് ആയിരുന്നു. കാരണം എനിക്കൊന്ന് ലണ്ടൻ സീക്വൻസും പിന്നെ ബ്രിഡ്ജ് സീക്വൻസും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈപ്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ രണ്ടും വേണ്ട രീതിയിലുള്ള ഇമ്പാക്റ്റ് തന്നെന്ന് തോന്നിയില്ല. പിന്നെ ആ പാടുള്ള ഇതൊരു തിയേറ്ററിക്കൽ ഹൈസിനുള്ള മൊമെൻ്റ് ആയിരുന്നു. അത് തരുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള മെൻഷൻ. കാരണം അത് ബിൽഡ് ചെയ്താണല്ലോ ഈ സിനിമ മൊത്തം അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. താങ്ക്ഫുള്ളി സെക്കൻഡ് ഹാഫിന് ഒരു തൊട്ട് മുമ്പ്, അതായത് ഹാഫ് ടൈമിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു സ്മഗ്ലിംഗ് സീനിൽ വെച്ച് ആരോ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഇതിൻ്റെ ആ ഒരു മോഡ് മാറുന്നുണ്ട്. സ്വാഗ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ തിയേറ്ററിക്കൽ ഹൈസ് വന്നു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് മൊത്തത്തിൽ വന്ന ഡ്രാമയാണേലും എന്താണേലും തിങ്സ് സ്റ്റാർട്ട് ഫോളോയിങ് ഇൻ ടു പ്ലേസ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡ്രാമ, ഇമോഷണൽ സീക്വൻസസ് അത് ക്ലിക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡപ്പ് ആൻഡ് സെറ്റിംഗ് ഓഫ് ദ ആക്ഷൻ ബ്ലോക്സ്. കാരണം ഇതിൽ മെയിൻലി 2 ഉണ്ട്. ക്ലൈമാക്സിൽ ഒരെണ്ണം നല്ലതായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഏറ്റവും കിടിലമായിട്ട് വന്നിരിക്കുന്നത് ആൻസസ്ട്രൽ ഹോമിൽ ഒരു ഗ്രൂപ്പ് സ്റ്റണ്ട് ഉണ്ട്. അത് വളരെ കിടിലമായിട്ട് വന്നിരിക്കുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് നല്ലതാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു തിയേറ്ററിക്കൽ ഹൈസ്, അല്ലെ നമ്മൾ എന്താണോ ആ സിനിമയെന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്, ദ സെക്കൻഡ് ഹാഫ് ഗിവ്സ് ഇറ്റ് ഇൻ എ ബിഗ് വേ. ഇതൊക്കെ പറഞ്ഞിരുന്നാൽ, ഇത്രയൊക്കെ പോസിറ്റീവ് പറഞ്ഞാൽ, ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബോംബ് കഥ തന്നെയാണ്. സാഹചര്യങ്ങൾ മൂലം കള്ളക്കടത്ത്, സ്ട്രഗിളിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ട്, പിന്നെ ദർ ഇസ് നത്തിങ് നോവൽ ഓർ ഫ്രഷ് അബൌട്ട് ദ മൂവി. അപ്പം ബേസിക്കലി ഒരു ക്വാളിറ്റി സ്റ്റഫ് അല്ലെങ്കിൽ നല്ലൊരു എൻഗേജിങ് ഇത് നോക്കുന്ന ആൾക്ക് ദിസ് മൂവി വിൽ ഓൾവേസ് ബി എ ഡോണർ. പിന്നെ എൻ്റെ ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി യു ഹാവ് ദ ബെസ്റ്റ് ടീം അവൈലബിൾ. അപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് എന്തുകൊണ്ടോ എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. കാരണം മെയിൻ തീം വാസ് ഓക്കെ, പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അതും ക്ലിക്ക് ആവുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു മരണ സീക്വൻസിൽ വരുന്നൊരു സോങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അല്ല, അതാണ് എനിക്ക് ഏറ്റവും പീക്കായിട്ട് ഈ വർക്കിൽ തോന്നി. പിന്നെ ഈ സിനിമയെ പറ്റി മൊത്തം പറയുമ്പം ഒബ്വിയസ്ലി ദ ക്യാമിയോ നീഡ്സ് ടു ബി മെൻഷൻഡ് അബൌട്ട്. അത് ഓക്കെ ആണ്, കാരണം ആ ക്യാരക്ടർ അത്രയും ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരുന്ന രീതിയും അത് കൊണ്ടുവന്ന് തീർത്തതും നല്ല രസമുണ്ട്. ആൻഡ് ദെൻ ദെർ ഇസ് എ സർപ്രൈസ് വൺ ആസ് വെൽ, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് ദാറ്റ് ക്യാമിയോസ് പ്ലേ എ മേജർ പാർട്ട്, ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ക്യാരീസ് ദിസ് ഫിലിം അലോട്ട്. പെർഫോമൻസസ് വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. പൃഥ്വിരാജും വില്ലൻസും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സിനിമയെന്ന് തന്നെ വേണം ഇതിനെ പറയാം. ഇപ്പോൾ പൃഥ്വിരാജ് വന്നിരിക്കുന്നതിനകത്ത് ഇപ്പോൾ ആക്ഷൻ ബ്ലോക്ക് ആണെങ്കിലും ആ സ്വാഗ് ആണെങ്കിലും നല്ല കിടലുമായിട്ട് വന്നിട്ടുണ്ട്. ബി ദ ലുക്സ്, ഹിസ് ഫിസിക് ഓർ വാട്ട് എവർ ഹി ക്യാരീസ് ഇറ്റ് ഓഫ് എഫേർട്ട്ലെസ്ലി നല്ല കിടലുമായിട്ട് വന്നിട്ടുണ്ട്. നീൽ നിതിൻ മുകേഷ് ആണ് ഇതിലെ മെയിൻ ഒരു വില്ലനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിയുടെ ഇമ്പാക്റ്റ് ഇസ് ലിമിറ്റഡ് ടു ദ ലുക്സ് ആൻഡ് സ്വാഗ്, ബട്ട് താങ്ക്ഫുള്ളി ഷമ്മി തിലകനുണ്ട്. കാരണം പുള്ളി ആൻറ്റഗണിസ്റ്റ് റോള് വർക്ക് ചെയ്യുന്നതിലെ മേജർ പാർട്ട്, ആ ഒരു ആംഗിൾ വർക്ക് ചെയ്യുന്നതിൽ തന്നെ പുള്ളിയുടെ ക്യാരക്ടറാണ് ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ സപ്പോർട്ടിങ് കാസ്റ്റ് ക്വൈറ്റ് ഡീസൻറ്റ്. സഞ്ജു ശിവറാമുണ്ട്, രഞ്ജി പണിക്കറുണ്ട്, മോഹിനിയുണ്ട്, പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്, മാളവിക ശർമ്മ, അങ്ങനെ ഒരുപറ്റം ആൾക്കാരുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ ഇതൊരു തിയേറ്ററിക്കൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ എൻ്റർടൈനർ എന്ന മോഡിലാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ വൈശാഖ് എടുത്തു വെച്ചിരിക്കുന്നത്, സ്പെഷ്യലി ദ സെക്കൻഡ് ഹാഫ് ആൻഡ് ദ എൻഡ് ഇസ് ഇംപ്രസീവ്. പക്ഷേ for somebody who is looking for quality or a totally engaging fare, this might be a slight down. Thank you.